വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നമ്മുടെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി നീക്കിയതാണ് എന്നാണ് MV ഗോവിന്ദൻ മാഷ് EP ജയരാജന്റെ കാര്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ EP ജയരാജനെ പാർട്ടി നീക്കിയതല്ലെന്നും പുതിയ തലമുറയ്ക്കായി താൻ ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു എന്നുമാണ് EP ജയരാജൻ പറഞ്ഞത്. നടപടിയാണെങ്കിൽ കാരണം MV ഗോവിന്ദൻ മാഷ് പറയട്ടെ എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. പ്രകാശ് ജാവദേക്കറിനെ കണ്ടതിന്റെ പേരിൽ നടപടി എടുത്തിട്ടില്ല. നന്ദകുമാറിനെ കൂടെ കൂട്ടിയതാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. പിണറായി വിജയനെ പുകഴ്ത്തുന്നതിൽ തെറ്റില്ലെന്നും മൂന്നാം ഊഴത്തിലും പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നും EP ജയരാജൻ തുറന്നടിച്ചു. കേൾക്കാം. എന്നെ മാറ്റിയിട്ടില്ലല്ലോ, ഞാനിപ്പോൾ സെക്രട്ടറി മെമ്പറാണല്ലോ. ഇടത് മുന്നണി കൺവീനർ സ്ഥാനത്ത് ഒരുപാട് ആളുകൾ പ്രഗത്ഭരായി പ്രാപ്തരായി വരുന്നു. എന്നെപ്പോലെ ഒരു സീനിയറായിട്ടുള്ള ആൾ തന്നെ അവിടെ നിൽക്കണമെന്നുണ്ടോ? പുതിയ സഖാക്കളെ ചുമതല ഏറ്റെടുക്കും, അവരെ ഏറ്റെടുത്ത് അവർ പ്രവർത്തിക്കും. അത് ആ കുഴപ്പം വല്ലതും കാണിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോട് എൻ്റെ ചോദിക്കും. ഞാനൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, എനിക്ക് നേരെ എന്തെങ്കിലും കേന്ദ്ര കമ്മിറ്റി നടപടി എടുത്തിട്ടുണ്ടോ? കരുത്തും ശക്തിയുമുള്ള കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഭരണാധികാരിയാണ് പിണറായി വിജയൻ. വ്യക്തിപൂജയെ അല്ലത്, അദ്ദേഹം ചെങ്കോടിയുടെ കരുത്തല്ലേ, പാർട്ടിയും പ്രസ്ഥാനത്തെയും കാത്തു സൂക്ഷിക്കുന്ന ശക്തി തന്നെയാണത്. ആ ശക്തിയുടെ നേതൃത്വമാണ്. ആ കരുത്തിനെ പ്രശംസിക്കുന്നതിന് ആരാ അസഹിഷ്ണുതയോടുകൂടി കാണുന്നത്? VS സഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS സഞ്ജിത്താണ് EP ജയരാജനുമായി കണ്ട് സംസാരിച്ചത്. VS സഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS സഞ്ജിത്ത്, EP ജയരാജൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പാർട്ടി തനിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല, പാർട്ടി നടപടി ഒരു അച്ചടക്ക നടപടിയായിട്ട് അതിനെ കാണാൻ കഴിയില്ല എന്നാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞതെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അതിലൊന്ന് ആ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, മാത്രവുമല്ല അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇത്തരം കാര്യങ്ങളാണ് MV ഗോവിന്ദൻ മാഷ് അന്ന് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അച്ചടക്ക നടപടി എന്ന നിലയിൽ അന്നും MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നില്ല. പാർട്ടി അച്ചടക്ക നടപടിയാണെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെതിരെ കേന്ദ്ര കമ്മിറ്റി ഒരു നടപടി എടുക്കേണ്ടതാണ്. ആ നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. EP ജയരാജൻ പറയുന്നത് താൻ സ്വയം ഒഴിഞ്ഞു എന്നാണ്. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അന്ന് നേരത്തെ തന്നെ വിശദീകരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ LDFന് ക്ഷീണമുണ്ടാക്കി എന്നതിൻ്റെ കൂടെ വിലയിരുത്തലാണല്ലോ നീക്കിയത്. ഇപ്പോൾ EP ജയരാജൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, അത് നടപടി അല്ല എങ്കിൽ കൂടി അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചതിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയായിരുന്നു എന്നുള്ള വാദത്തെയാണ് EP ജയരാജൻ തള്ളിക്കളയുന്നത്. അതായത് പാർട്ടി അച്ചടക്ക നടപടി എന്ന മട്ടിൽ കേന്ദ്ര കമ്മിറ്റി എടുത്ത ഒരു നടപടിയായിട്ടല്ല, പാർട്ടിക്കുള്ളിൽ എന്തോ കുഴപ്പം കാണിച്ചു, ഇടതുമുന്നണി കൺവീനർ എന്ന രീതിയിൽ പ്രവർത്തനത്തിൽ എന്തോ കുഴപ്പം കാണിച്ചു എന്നതുകൊണ്ട് മാറ്റിയതല്ല എന്നുള്ളത് കൂടിയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ട് എങ്കിൽ അത് MV ഗോവിന്ദൻ വ്യക്തമാക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഈ ഭാഗത്ത്, അതായത് ഇടതുമുന്നണി കൺവീനർ എന്ന് പറയുന്ന സ്ഥാനത്ത് തന്നെ അദ്ദേഹം തന്നെ വേണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായിട്ട് വരുന്ന ജൂനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരൊക്കെ വരട്ടെ, അവർക്കും അത്തരത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകണമല്ലോ, അതുകൊണ്ടാണ് താൻ ആ പദവിയിൽ നിന്ന് മാറിയത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള അപാകത കൊണ്ട് മാറ്റിയതാണ് എന്നുള്ള വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഒരു അപാകതയും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ടി സെക്രട്ടറി പറയട്ടെ എന്നുള്ളതാണ്. അതായത് MV ഗോവിന്ദനോടുള്ളൊരു നീരസം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. MV ഗോവിന്ദൻ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും അപാകത കൊണ്ടാണ് മാറ്റിയത് എങ്കിൽ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്ന മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. മൂന്നാം ഊഴത്തെക്കുറിച്ച്, തുടർ ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുമ്പോൾ ആര് നയിക്കുമെന്നുള്ളത് CPM നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയും CPM നേരിടുന്ന വലിയൊരു സമസ്യയുമാണ്. അതിൽ EP ജയരാജൻ ആദ്യമായി മറുപടി പറയുന്നു, പിണറായി വിജയൻ തന്നെയായിരിക്കും പാർട്ടിയെ മൂന്നാം ഊഴത്തിലും നയിക്കുക എന്നുള്ളത്. നമുക്കറിയാം VS പിണറായി ദ്വന്ദ്വമുണ്ടായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചോദ്യത്തിന് ആദ്യമായിട്ട് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്നുള്ള മറുപടി, അതായത് ഈ VSഉം ഈ പിണറായിയും ഒരേ സമയം മത്സരിച്ച ആ ഘട്ടത്തിൽ തന്നെ പിണറായി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ആദ്യമായിട്ട് പറയുന്നത് EP ജയരാജനാണ്. ഇപ്പോൾ മറ്റൊരു തലത്തിൽ മൂന്നാം ഊഴത്തിലും പിണറായി തന്നെ നയിക്കും എന്നുള്ളത് പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ EP ജയരാജൻ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, ഇത്തരത്തിൽ ഇപ്പോൾ വ്യക്തിപൂജ എന്ന് പറഞ്ഞു വരുന്ന വിമർശനങ്ങൾ അത് പാർട്ടിയെ തകർക്കാനുള്ള വിമർശനങ്ങളാണ്. പിണറായി വിജയൻ ഒരു കരുത്തുറ്റ നേതാവാണ്, CPMന്റെ കാവലാളാണ്. അങ്ങനെ CPMന് കാവലായി നിൽക്കുന്ന ഒരു മനുഷ്യരെ പ്രശംസിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് EP ജയരാജൻ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ തന്നെ MV ഗോവിന്ദനിട്ടൊരു കൊട്ടും കൊടുക്കാൻ മറക്കുന്നില്ല. ഓക്കെ, VS രഞ്ജിത്താണ് EP കണ്ടത്. താങ്ക് യു VS രഞ്ജിത്ത്. ഒരു പ്രേക്ഷകൻ പറയുന്നു,